എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആവാൻ പറ്റും. അതിനാകെ വേണ്ടത് നമ്മളെ ഭാഗത്തുനിന്ന് ഒരു ഇനീഷ്യേഷൻ, ഹാർഡ് വർക്ക്. അതാണ് ആ ഒരു കോൺഫിഡൻസ്. പുറകോട്ട് ഞാൻ പോവില്ല, ഞാൻ നേടിയിട്ടുണ്ടായിരിക്കും, അതിനെ ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. പ്ലസ് 1 പ്ലസ് 2 കഴിഞ്ഞ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് എന്തായാലും റിപ്പീറ്റ് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു. അതായത് MBBS തന്നെയായിരുന്നു എൻ്റെ ഓപ്ഷനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ള ഏറ്റവും ബെസ്റ്റ് ഇവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ ഞാനിവിടെ അതുകൊണ്ടാണ് ചൂസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ സാറിനോടൊന്ന് ക്ലാസ് തുടങ്ങി അന്ന് രാവിലെയാണ് ഞാൻ വിളിച്ചത്. സാറേ ഇപ്പം എനിക്ക് വരാൻ പറ്റുമോ, ചേരാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പോൾ സാറിന് നീ ഇങ്ങോട്ട് പോരടാ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതായിരുന്നു ശരിക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞത്. ഞാനായിട്ട് എടുത്തിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഡിസിഷനായിരുന്നു UPS എന്നുള്ളത്. അപ്പോൾ ചുറ്റും അതുപോലെ നിങ്ങളുടെ കഴിവും എല്ലാത്തിലും നിങ്ങൾക്കൊരു വിശ്വാസം വേണം. അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഒരു വിശ്വാസമില്ല, നിങ്ങൾ ഒരു ഇതിലിങ്ങനെ പ്രോസസ്സിൽ ഇങ്ങനെ പോകുന്ന സാർ പറയുന്ന നാളെ എക്സാം എഴുതണം, അപ്പോൾ നിങ്ങൾ എക്സാം എഴുതുന്ന നാളെ ഇത് പഠിക്കണം, അത് പഠിക്കുന്നത്, അങ്ങനെ ഒരു കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളിലൊരു വിശ്വാസം വേണം. ഓക്കെ, ഇടയ്ക്ക് ഈ വിശ്വാസം ഉണ്ടാവുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കോർ ബിലീഫ് എപ്പോഴും സ്ട്രോങ് ആക്കി വെക്കണം. ഇപ്പോൾ ഒരു പോസിറ്റീവ് സറൗണ്ടിങ്സിനുള്ളിലായിരിക്കണം നിങ്ങൾ വരേണ്ടത്. ഇൻഡിവിജ്വലി നിങ്ങൾ എത്ര പെർഫോം ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളുടെ മാക്സിമം കൊടുക്കുക. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും ബേസിക്കലി കുറച്ച് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങളുണ്ട്. ഈ ഒരു ഗോൾ സെറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ഡോക്ടർ ആവാൻ അല്ലെങ്കിൽ എൻജിനീയർ ആവാനൊക്കെ ഭയങ്കര ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഗോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് സെറ്റ് ചെയ്യുക. എന്നിട്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്യുക, നിങ്ങൾ മാക്സിമം ഇൻപുട്ട് കൊടുക്കുക, നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടാകണം. ദാറ്റ്സ് ഓക്കെ, നിങ്ങൾക്ക് ലക്ഷ്യം ഉണ്ടാകുന്നതിന് അത് ആഗ്രഹിക്കുന്നതും കുഴപ്പമില്ല. ബട്ട് ദെൻ റെഡി ടു അക്സെപ്റ്റ്. എന്ത് വന്നാലും അത് അക്സെപ്റ്റ് ചെയ്യാനും മൂവ് ഓൺ ചെയ്യാൻ. സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ആൾക്കാരെയും നോക്കുന്നതും അവരൊന്നും സ്പെഷ്യൽ ചെയ്യുന്നത് കൊണ്ടല്ല, അവരുടെ ഒരു മൈൻഡ് സെറ്റിൻ്റെ ഇവരെങ്ങനെ ഇങ്ങനെ ഇതൊക്കെ നേടിയെന്ന് നമ്മൾ ചിന്തിക്കുമ്പം ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ബട്ട് ദെൻ ഇവരെങ്ങനെ ഇത് നേടി എന്നുള്ളതിൻ്റെ ഒരു ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് മൈൻഡ് സെറ്റാണ്. നമുക്ക് എപ്പോഴും റീബൗണ്ട് ചെയ്യാൻ കഴിയണം. ഹൗ മെനി ടൈംസ് നിങ്ങൾ എത്ര പ്രാവശ്യം വീണു എന്നുള്ളതിലല്ല കാര്യം, നിങ്ങൾക്ക് അതിൽ നിന്ന് എണീക്കാൻ കഴിയുന്നു എന്നുള്ളതിലാണ് കാര്യം. സോ നിങ്ങൾ എത്ര എക്സാംസിന് ഇവിടെ താഴെ റാങ്ക് മേടിച്ചോട്ടെ, നിങ്ങൾ എത്ര എക്സാംസിന് തോറ്റോട്ടെ, ദാറ്റ്സ് ഫൈൻ. കാരണം നമ്മളൊന്ന് വീണ് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് റീബൗണ്ട് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെയും ബേസിക് സീക്രട്ട്. ആരും മൈൻഡ് വീക്ക് ആവാണ്ടിരിക്കുക, ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഒരു ദിവസം നമുക്ക് ഒന്നും പഠിക്കാൻ പറ്റില്ലാണ്ടെങ്കിൽ അന്ന് ജസ്റ്റ് ഒരു 10 ക്വസ്റ്റ്യൻ എടുത്തിട്ട് അതൊന്ന് സോൾവ് ചെയ്യാം. ഇനി അത് സോൾവ് ചെയ്യാനും പാട് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് സൊല്യൂഷൻ നോക്കി ജസ്റ്റ് കണ്ണുടച്ച് പോവാം. അപ്പോൾ കുറച്ചുകൂടെ മൈൻഡിലൊരു പോസിറ്റീവ് മോട്ടിവേഷൻ വരും. ഇന്നിപ്പോൾ ഈ 2 മോട്ടിവേഷണൽ സെക്ഷൻസ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് വി നീഡ് ഒരു കറക്റ്റായിട്ടുള്ളൊരു പ്ലാനും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ഇത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലായി. എനിവേസ് ഇറ്റ് വാസ് എ ഗുഡ് സെക്ഷൻ. നിങ്ങളെ സമയമെടുത്ത് ഇവിടെ വന്നതിൽ ഒരുപാട് നന്ദി. ഞാനിപ്പോൾ ഇങ്ങനെ പുറകോട്ട് പോവാണ്. ഇവരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ കാലഘട്ടങ്ങളിലേക്ക് ഇങ്ങനെ പോവാണ്. ഞാൻ ഇവരൊക്കെ ഇങ്ങനെ കാണുകയാണ്. ഫിദായാലും അഞ്ജു ആയാലും റഹീബായാലും സൽമാനായാലും ഇവരൊക്കെ നിങ്ങളെപ്പോലെ മുന്നിലിരിക്കുന്ന കുട്ടികളാണ്. എത്രയോ കുട്ടികൾ പോയിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടികളെ പോലെ നിങ്ങൾ എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ഓരോരുത്തരുടെ അനുഭവങ്ങളും നമ്മളിലേക്ക് അതൊന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്ന് നിങ്ങൾ അറിയിക്കുകയാണ്.